ഹലോ, അങ്ങനെ ദാ നിഖിലിൻ്റെ കല്യാണ ദിവസം എത്തിയിരിക്കുകയാണ്. ജനുവരിയിലായിരുന്നു നിഖിലിൻ്റെ എൻഗേജ്മെൻറ്റ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ജനുവരി 20 കഴിഞ്ഞു. ഇപ്പോൾ മാർച്ച് 24 അവൻ ദാ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ 2 മാസത്തെ പ്രിപ്പറേഷനും ഓട്ടവും എല്ലാം കഴിഞ്ഞു. ദാ 24 10 മണിക്കുള്ള മുഹൂർത്തത്തിന് കൊടകരയിൽ വെച്ച് നിഖിൽ അങ്ങനെ കല്യാണം കഴിച്ചു. അടുത്ത് തന്നെയാണ് വീടെങ്കിലും തയ്യാറെല്ലാം ആയി, കുട്ടികളെല്ലാം സെറ്റ് ചെയ്ത് ഞാനും ഏട്ടനും ഫാമിലിയും എല്ലാവരും എത്തിയപ്പോൾ ഒരു 10 മണി, കറക്റ്റ് 10 മണിയൊക്കെ എത്തി കേട്ടോ. അപ്പോൾ അതാ കറക്റ്റ് താലികെട്ടിൻ്റെ സമയത്ത് ഞങ്ങൾ കയറി വന്നു. അതുകൊണ്ട് ദാ താലികെട്ട് തുടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തത്. സിന്ദൂരം ചാർത്തലും എല്ലാം കഴിഞ്ഞു. പക്ഷേ അതൊന്നും പെട്ടെന്നൊന്നും ചെയ്ത് തീർക്കാനൊക്കെ പറ്റില്ല. കാരണം ഒരുപാട് നേരം ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള പോസ് ചെയ്യേണ്ടി വന്നു. കാരണം മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് അവർ തന്നെ വേണമല്ലോ. അപ്പോൾ ദാ പ്രദക്ഷിണം വച്ചു. അങ്ങനെ പൂനിലർക്കാവ് ദേവിയുടെ നടയിൽ വെച്ച് അവർ വിവാഹിതരായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഹാളുണ്ട്. ഇനി ആ ഹാളിലാണ് ബാക്കി എല്ലാ ചടങ്ങുകളും നടത്തുന്നത്. ഇവിടെ വരമാല്യം ചേർത്തലും പിന്നെ പ്രദക്ഷിണം ചുറ്റുമതിലിനുള്ള പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ നേരെ ഹാളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഒരുവിധം ചടങ്ങുകളും കഴിഞ്ഞു. ഇനി ഞാനും അച്ഛനും ചേട്ടനും കുട്ടികളും അമ്മയും എല്ലാവരും ഹാളിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്ക് പോവാണ്. അവിടെ ഒരു ചടങ്ങ് കൂടി ഉണ്ട്. എന്താണെന്നറിയോ? ഹാളിലേക്ക് കയറും മുന്നേ വരനെ കാൽ കഴുകി അകത്തേക്ക് കയറ്റുന്ന ഒരു ചടങ്ങാണിത്. പെൺകുട്ടിയുടെ വധുവിൻ്റെ ആങ്ങളെയാണ് ഈ ചടങ്ങ് ചെയ്യാറ് കേട്ടോ. ആദ്യം നിഖിലിനെ താലത്തിൻ്റെ അകമ്പടിയോടുകൂടി സ്റ്റേജിൽ കയറ്റിയിരുത്തി ഇനി അടുത്തത് ഇതേ താലം ചെന്ന് വധു, അതായത് നമ്മുടെ അശ്വതിയെയും സ്റ്റേജിലേക്ക് കയറ്റുന്ന ചടങ്ങാണ്. അങ്ങനെ അതാ വരനും വധുവും സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അടുത്തത് വരമാല കൈമാറൽ, മോതിരം കൈമാറുക, പിന്നെ പുടവ കൈമാറുക, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ചടങ്ങുകളും ഇനിയാണ് സ്റ്റേജിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് ഇരുന്നു. ഇനി അടുത്തത് ദക്ഷിണയ്ക്കുള്ള വെറ്റില അടയ്ക്ക കയ്യിൽ വാങ്ങി. പിന്നെ ദാ നോക്കിയാൽ നമ്മളെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരെല്ലാവരും ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് എല്ലാ മൊമെൻറ്റും ക്യാപ്ചർ ചെയ്ത് ഇനി കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒന്നും കൂടി ചെയ്യിപ്പിച്ച് അവരുടെ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യുകയാണ്. അപ്പോൾ ദാ വരമാല്യം എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ മോതിരം എക്സ്ചേഞ്ച് ചെയ്തു. അവൻ നിഖിൽ എൻഗേജ്മെൻറ്റ് വഴി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അപ്പോൾ മോതിരം എക്സ്ചേഞ്ച് നടന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അത് ആ ചടങ്ങോട് ചെയ്യാണ്. പിന്നെ ദാ സെക്കൻഡ് സാരി ഫസ്റ്റ് സാരി കൊടുത്തു, പിന്നെ ദക്ഷിണ കൊടുത്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ജാൻവിയുടെ സ്കൂളിലേക്കാണ്. കാരണം ജാൻവിക്ക് എക്സാം ഉണ്ടായിരുന്നു. അന്ന് മാത്സ് എക്സാം ആയ തിങ്കളാഴ്ച ആയിരുന്നല്ലോ. അപ്പോൾ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ജാൻവിയുടെ സ്കൂളിലേക്ക് പോയി. തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അവളെ റെഡിയാക്കി നേരെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ സദ്യ കഴിക്കാനായിട്ടിരുന്നപ്പോഴേക്കും അതായത് ഉച്ചയായല്ലോ. അപ്പോഴേക്കും ജാനുവിന് വിശന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ അതാ നേരെ ഫോട്ടോ എടുക്കാനുള്ള ചടങ്ങിലേക്ക് കയറി. അത് പിന്നെ മസ്റ്റാണല്ലോ. പക്ഷേ സ്റ്റേജിലേക്ക് കയറിയപ്പോഴേക്കും ഇഷാനിക്ക് ഭയങ്കര പിണക്കായി. അവൾ ഇന്നെ ഫോട്ടോ എടുക്കില്ല എന്നുള്ള പിടിവാശിയിൽ ഫോട്ടോ എടുക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കല്യാണ ഫോട്ടോയിൽ ഇനി ഇവൾ വലുതായാലും എല്ലാവർക്കും പറയാം അന്ന് ഇഷാനി പിണങ്ങിയത് കൊണ്ട് ഇഷാനിയുടെ ഫോട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അതാ ഇത് നമ്മുടെ മെയിൻ ഗ്യാങ്, ബോയ്സ് ഗ്യാങ്, അങ്ങനെ അവരെല്ലാ പരിപാടിക്കും കൂടി അന്ന് അവസാനം ഫോട്ടോ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഞാനും കാർത്തുമ്പിയും ജാനും കൂടി ഒരു ഫോട്ടോ കൂടി എടുത്തു കേട്ടോ. ഈ കോസ്റ്റ്യൂം എല്ലാം നമ്മൾ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് കുത്തമ്പുള്ളിയിൽ നിന്ന് എടുത്ത ഡ്രസ്സുകളാണ് കേട്ടോ. ഇഷ്ടമായി എല്ലാവരും പറയണേ. ഇനി നിഖിലും അശ്വതിയും കൂടി ഭക്ഷണം കഴിച്ചു. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് അശ്വതിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയി ഇനി ഫസ്റ്റ് സാരിയിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനാണ് പോയത് കേട്ടോ. ചെറുക്കൻ്റെ പെങ്ങൾ പോകണമെന്നാണ്. അപ്പോൾ ഞാൻ പോയി. ഇനി അശ്വതിയുടെ സാരി എക്സ്ചേഞ്ച് ടൈമാണ്. അവിടെ ചെന്ന് പാല് കൊടുക്കുന്നൊരു ചടങ്ങ് കൂടി ഉണ്ട്. ആ ചടങ്ങെല്ലാം കഴിഞ്ഞു. നമ്മളിതാ സാരി എക്സ്ചേഞ്ച് ചെയ്ത് ഇനി തിരിച്ച് നമ്മൾ വീണ്ടും നിഖിലിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് വേണം ഇനി നമുക്ക് ബാക്കി ഇന്ന് തന്നെയാണ് റിസപ്ഷൻ ഉള്ളത്. അപ്പോൾ ബാക്കി റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, മേക്കപ്പ് ചേഞ്ച് ചെയ്യണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അശ്വതിയുടെ അമ്മ. അശ്വതിയുടെ അമ്മ അവർക്ക് ആ പാലും പഴവും കൊടുക്കുന്ന ചടങ്ങ് ചെയ്യാണ്. ഇപ്പോൾ ഇതാണ് സെക്കൻഡ് സാരി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അശ്വതിയുടെ അമ്മയോടും അമ്മമ്മയോടും യാത്ര പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് എല്ലാവരും മുഖത്തും. നിഖിലിനും ആകെ വിഷമായി. ഒരുവിധം എല്ലാ പെൺകുട്ടികൾക്കും, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം മൊമെൻ്റാണല്ലേ അത്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ കൊടുങ്ങല്ലൂർക്ക് ഒരു 50 മിനിറ്റിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. നേരെ നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തി. വല്യമ്മയും ചിറ്റമാരും എല്ലാവരും നിലവിളക്ക് കൊടുത്ത് അരിയും പൂവും എല്ലാം ഒഴിഞ്ഞ് അശ്വതിയെ വലതുകാൽ വെച്ച് വീട്ടിലേക്ക് നിലവിളക്കുമായി അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് ഒരു പുതിയ ആളും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിലവിളക്കുമായി അശ്വതി വീട്ടിലേക്ക് കയറി. ഇനി നേരെ റിസപ്ഷനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് ഞങ്ങൾ പോകുന്നത്. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് 5 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് റിസപ്ഷൻ്റെ ഹാളിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇനി റിസപ്ഷൻ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും വിട. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ താഴെ പറയണം. എല്ലാവരും കമൻറ്റ് ബോക്സിൽ അവരുടെ കമൻ്റ് അറിയിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും വിട. ബൈ.